നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കെ യുദ്ധം നിർത്തുന്നതിന് വേണ്ടി ഇറാൻ തങ്ങളെ സമീപിച്ചു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളിക്കൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രതിനിധി അബ്ദുൾ മജീദ് ഹക്കിം ഇലാഹി രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകൾക്കും ഇറാൻ തയ്യാറല്ലെന്നും 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിനായി രാജ്യം സജ്ജമാണ് എന്നാണ് അദ്ദേഹം നയം വ്യക്തമാക്കിയത്. മുൻകാല ഉടമ്പടികളെ ലംഘിച്ചുകൊണ്ട് അമേരിക്ക തന്നെ ആക്രമണങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഇനിയൊരു ഒത്തുതീർപ്പിന് താല്പര്യമില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ഇറാൻ ഇറാഖ് അനുഭവ പരിചയം മുൻനിർത്തി തങ്ങളുടെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ഭരണകൂടത്തിന്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. മേഖലയിലെ സംഘർഷം ഒഴിവാക്കാനായി ഇറാൻ പല തവണ ശ്രമിച്ചതായും പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധം ഒഴിവാക്കാൻ സഹായിക്കണമെന്നും അയൽ രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു യുദ്ധം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. മേഖലയിൽ യുദ്ധം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഞങ്ങൾ പലതവണ ശ്രമിച്ചു. ഈ യുദ്ധത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ഞങ്ങൾ അയൽ രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. കാരണം ഈ മേഖലയ്ക്ക് ഇനിയൊരു യുദ്ധം കൂടി താങ്ങാൻ കഴിയില്ല എന്ന അറിവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. നിലവിലുള്ള സംഘർഷം ഇറാനിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നും ഇത് ആഗോള തലത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖലയിലെ തടസ്സങ്ങൾ, ഊർജ വില വർധനവ് ഉൾപ്പെടെ അന്താരാഷ്ട്ര വിപണികളെ ഇതിനകം ബാധിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആഗോള ഊർജ വിതരണത്തിനുള്ള പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഗ്യാസ്, പെട്രോൾ, ഓയിൽ എന്നിവയുടെ ദൗർലഭ്യം മൂലം സംഘർഷം പല രാജ്യങ്ങളെയും കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. സ്വയം പ്രതിരോധിക്കുകയല്ലാതെ ഇറാന് മറ്റ് മാർഗമില്ല എന്ന നിലപാടാണ് ഇലാഹി പങ്കുവച്ചത്. യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി ഇറാന് മാത്രമല്ല, അതൊരു ആഗോള പ്രതിസന്ധി കൂടിയാണ്. ഈ യുദ്ധം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. ഞങ്ങൾ ഞങ്ങളെ തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും രാജ്യത്തിനും വേണ്ടി രക്തം ചിന്താൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. മറ്റ് ജനങ്ങളുടെ ദുരിതത്തിലും ഗ്യാസ്, പെട്രോൾ എന്നിവയുടെ ദൗർലഭ്യത്തിലും ഞങ്ങൾ സന്തോഷിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളെ പ്രതിരോധിക്കേണ്ടതും ഞങ്ങൾക്ക് മറ്റു വഴികളില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതായത് യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ആഗോള നേതാക്കൾ ഇടപെടണമെന്നാണ് ഇലാഹിയുടെ ആവശ്യം. എന്തായാലും വാഷിംഗ്ടണുമായി ടെഹ്റാൻ ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നു എന്ന ട്രംപിന്റെ വാദമാണ് ഇലാഹി നിഷേധിച്ചത്. ഇറാൻ നിലവിൽ അമേരിക്കയുമായി ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും, കാരണം അവരാണ് ഈ യുദ്ധം തുടങ്ങിവെച്ചത്. അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് മുൻ അനുഭവങ്ങളുണ്ട്. 2 തവണ ഞങ്ങൾ അവരുമായി ചർച്ച നടത്തി. എന്നാൽ അവർ ഞങ്ങളെ ആക്രമിക്കുകയാണ് ചെയ്തത്. ശത്രുക്കൾക്ക് മുന്നിൽ ഇറാൻ കീഴടങ്ങില്ല എന്നും, ആവശ്യമെങ്കിൽ ദീർഘകാല യുദ്ധത്തെ ആവശ്യമെങ്കിൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷത്തെ നേരിടാൻ സജ്ജമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധത്തെ പരാമർശിച്ചു കൊണ്ടായിരുന്നു ദീർഘകാല യുദ്ധം അതിജീവിച്ച അനുഭവം രാജ്യത്തിനുണ്ട് എന്ന കാര്യം അദ്ദേഹം വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചത്. ഈ യുദ്ധത്തിന്റെ സമയപരിധി തനിക്കറിയില്ല എന്നും, എന്നാൽ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്: 5 വർഷത്തേക്ക് വരെ ഈ യുദ്ധം തുടരാൻ ഇറാൻ തയ്യാറാണ്.